എല്ലായ്പ്പോഴും കാഴ്ചയ്ക്ക് ആഹ്ലാദം തരുന്ന കാഴ്ചയാണ് കടലിനുള്ളത്. അതിനുമപ്പുറം മനുഷ്യരാശിയുടെ തന്നെ നിലനിൽപ്പിന് ഉതകും വിധമുള്ള അപൂർവ സമുദ്ര സമ്പത്തിന്റെ കലവറയാണ് ഈ സമുദ്രത്തിന്റെ അടിത്തട്ട്. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നീണ്ടുകിടക്കുന്ന ഈ കടൽ മത്സ്യബന്ധനത്തിനും അതുവഴി ധനസമ്പാദനത്തിനും വേദിയായി മാറുമ്പോൾ കരമണ്ണ് അഥവാ കടൽത്തീരം ഉപയോഗമില്ലാതെ അവശേഷിക്കുകയാണ് സാധാരണ പതിവ്. തെങ്ങൊഴികെ മറ്റൊരു വിളകളും കടൽത്തീരത്തിനോട് ചേർന്ന് സമൃദ്ധമായി വളരുകയില്ല എന്നാണ് പൊതുവെ വിശ്വാസം. കടൽത്തീരത്തിനോടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലെ മണലിൽ കൃഷി അത്ര വിജയമായി കണ്ടിരുന്നില്ല. വെള്ളവും വളവും തങ്ങി നിൽക്കാത്ത ചൊരിമണലാണ് ഇതിന് മുഖ്യ കാരണമായി പലപ്പോഴും പറയുന്നത്. മറ്റ് മണ്ണില്ലാത്തൊരു പ്രത്യേക മണ്ണുണ്ട്. ഈ മണ്ണിൽ നമുക്ക് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മണ്ണിനെ പരുവപ്പെടുത്താൻ ഒരുപാട് സമയം എടുക്കേണ്ടി വരത്തില്ല മറ്റു മണ്ണിനും. കാരണം മണ്ണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മണൽ മണ്ണാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വലിയൊരു ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജൈവവളം കുറവാണെന്നുള്ളത്. പക്ഷേ നന്നായിട്ട് ജൈവവളം ഇട്ട് നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിനെ ഒരു നമുക്ക് നല്ലൊരു മണ്ണാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു വലിയൊരു സാധ്യത ഈ മണ്ണിനുണ്ട്. കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയയിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കൃഷി രീതിക്ക് അനന്ത സാധ്യതയാണുള്ളത്. പക്ഷേ അതിനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ നോക്കിയിട്ട് കേരളത്തിൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിന് ഏറ്റവും സാധ്യതയുള്ളതാണ് കോസ്റ്റൽ റീജിയൻ. അത് നമ്മൾ ജൈവവളമൊക്കെ ചെയ്ത് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ നിലം ഒരുക്കുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള മെഷീനറീസും അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ കാശും അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. തൊഴിലാളികളുടെ എണ്ണം കുറച്ചിട്ട് അതേപോലെ തന്നെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് നിലം ഒരുക്കിയെടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഈ കടലോര മണ്ണിൻ്റെ പ്രത്യേകത. ഇത് മനസ്സിലാക്കി തീരപ്രദേശത്തെ തരിശുമണൽ എങ്ങനെ കൃഷിക്ക് പ്രയോജനപ്പെടുത്താമെന്ന് തെളിയിച്ച യുവ കർഷകനാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ ശ്രീ സുജിത്ത്. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിനു ശേഷം ഹോട്ടൽ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിലും വളരെ പെട്ടെന്നാണ് കുട്ടിക്കാലത്തെ തുടർ പ്രവർത്തന മേഖലയിലെ കൃഷിയിലേക്ക് അദ്ദേഹം ശ്രദ്ധ തിരിച്ചത്. വീടിനു ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നേരത്തെ തന്നെ കൃഷിയുണ്ടായിരുന്നുവെങ്കിലും വീട്ടുപറമ്പിന് പുറത്ത് കഞ്ഞിക്കുഴിയിലെ മറ്റു പ്രദേശങ്ങളിലേക്കും കൃഷി വ്യാപിച്ചു. പരമ്പരാഗത കൃഷിയോടുള്ള സെന്റിമെന്റ്സിന് പുറമെ നൂതന സാങ്കേതിക വിദ്യ അവലംബിച്ചുള്ള കൃഷിയായിരിക്കും ഒരു മുഴുവൻ സമയ കൃഷിക്കാരന് നല്ലത് എന്ന ചിന്ത സുജിത്തിനെ കൊണ്ടെത്തിച്ചത് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗിലായിരുന്നു. ഇതിന് സഹായിച്ചതാവട്ടെ കഞ്ഞിക്കുഴിയിലെയും ചേർത്തല തെക്ക് കൃഷിഭവനിലെയും ഉദ്യോഗസ്ഥന്മാരും. ഇതിനിടയിൽ തന്നെ കൃഷി അനുഭവമുള്ള ഒട്ടേറെ പേരെ കണ്ട് ഉപദേശങ്ങൾ തേടുകയും കൃഷി നേരിട്ട് കണ്ട് പഠിക്കുകയും ചെയ്തു. ഇത് നാഷണൽ ഹൈവേക്കടുത്തുള്ള ചേർത്തലയിലെ സെന്റ് മൈക്കിൾസ് കോളേജ്. കലാലയത്തിന്റെ കെട്ടിടഭാഗങ്ങൾ കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് ഭൂമി ഇവിടെ തരിശായി കിടക്കുകയായിരുന്നു. കോളേജ് അധികൃതരുമായി സംസാരിച്ചപ്പോൾ അത് 1500 രൂപ പാട്ടത്തിന് കൃഷി ചെയ്യാനായി സുജിത്ത് ഏറ്റെടുത്തു. ചൊരിമണലിൽ വെള്ളവും വളവും തങ്ങില്ല എന്നതായിരുന്നു പ്രധാന വെല്ലുവിളി. പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. 5 ഏക്കർ തരിശുനിലം ആദ്യം ട്രാക്ടർ കൊണ്ട് ഉഴുതുമറിച്ചു. പിന്നീട് ഹോട്ടലിൽ നിന്നും പച്ചക്കറി കടകളിൽ നിന്നുമൊക്കെ കിട്ടുന്ന ജൈവമാലിന്യങ്ങൾ ചാക്ക് കണക്കിന് വാങ്ങി മണ്ണിൽ വിതറി. ഇളകിമറിച്ച മണ്ണിൽ ഈ വളം ക്രമേണ ചേർന്ന് കട്ട പിടിക്കും. ചൊരിമണലിനൊപ്പം മാലിന്യം ചേർന്നപ്പോൾ വെള്ളം പിടിക്കുന്ന ഒരവസ്ഥയിലായി. ഈ പരീക്ഷണം വിജയിച്ചു. പിന്നീട് ചാണകം, കുമ്മായം, കോഴിവളം, വേപ്പിൻ പിണ്ണാക്ക്, വീണ്ടും കുറച്ചു പച്ചക്കറി വേസ്റ്റ് എന്നിവ അടിവളമായിട്ട് വാരം കോരി അതിന്മേൽ മൾച്ചി ഷീറ്റ് വിരിച്ചു. ഇതിനോടൊപ്പം ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പും സ്ഥാപിക്കുന്നു. ഒപ്പം വെള്ളം പമ്പ് ചെയ്ത് കയറ്റാൻ ഒരു മോട്ടോർ ഷെഡ്.
തൊട്ടരികിൽ ഏതു വേനലിലും വറ്റാതെ ഒരു കുളമുണ്ടായിരുന്നത് ഏറെ ലാഭകരമായി. 20 ദിവസം വെള്ളം പമ്പ് ചെയ്തപ്പോൾ വളവും മണ്ണും പരുവപ്പെട്ടു. പിന്നീട് നിലത്ത് വിരിച്ച മൾച്ചി ഷീറ്റിനു മുകളിൽ 40 സെന്റിമീറ്റർ ഇടവിട്ട് ദ്വാരം സൃഷ്ടിച്ച് അതിൽ പച്ചക്കറി വിത്തുകൾ പാകി. മുള പൊന്തി തുടങ്ങിയപ്പോൾ ആകെ ചിലവ് 4 ലക്ഷം രൂപ. ഏതാണ്ട് 2 മാസം സമയമെടുത്തു ഇതിന്. 3 സ്ത്രീ തൊഴിലാളികളാണ് പലപ്പോഴും ഈ കാര്യത്തിൽ സഹായികളായത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗിന്റെ ആദ്യഘട്ടം കടന്നപ്പോൾ സുജിത്തിന് കൂടുതൽ ആത്മവിശ്വാസമായി. വെള്ളവും വളവും മണ്ണിൽ പിടിച്ചു തുടങ്ങി. ആരോഗ്യമുള്ള മുള പൊട്ടി. പിന്നീട് വെള്ളത്തിനൊപ്പം ചെടിക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ വളവും കൂടി ഒപ്പം നൽകുന്ന ഫെർട്ടിഗേഷൻ മെത്തേഡ് അവലംബിച്ചപ്പോൾ എല്ലാം എളുപ്പമായി. ഈ 5 ഏക്കറിലുള്ള കൃഷിയെ സംരക്ഷിക്കാൻ യഥാർത്ഥത്തിൽ ഒരാളുടെ ആവശ്യമേയുള്ളൂ എന്ന് സുജിത്തിന് മനസ്സിലായി. ഒരു സ്വിച്ചിട്ടാൽ എല്ലാ ചെടികളുടെ ചുവട്ടിലും ഒരേപോലെ ഒരേ സമയം വെള്ളവും വളവും എത്തിച്ചേരുന്നു. ദിവസവും കാലത്തും വൈകുന്നേരവും ഓരോ മണിക്കൂർ സന്ദർശനം. ഒടുവിൽ വിളവെടുത്തപ്പോൾ മികച്ച ലാഭം കിട്ടി. കോളേജിന്റെ ക്യാന്റീനിലും ഹോസ്റ്റലിലും ആവശ്യമുള്ള പച്ചക്കറികൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവ പുറത്തെ മാർക്കറ്റിൽ വിറ്റഴിക്കുന്നു. കൃഷിയുടെ ശാസ്ത്രീയമായ സാധ്യതകളാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. മൾച്ച് ചെയ്തിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അതിൽ അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. കൃഷിയുടെ തന്നെ നമ്മൾ കൃഷി വകുപ്പിൻ്റെ ഒരു പ്രോത്സാഹനത്തോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. കൃഷി വകുപ്പിൻ്റെ സ്റ്റാഗേർഡ് ക്ലസ്റ്റർ എന്ന് പറയുന്ന പദ്ധതി ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിന് ഈ സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇതിനു മുന്നേ ഫെർട്ടിഗേഷൻ യൂണിറ്റിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കൃഷി വകുപ്പ് ഇവിടെ ചെയ്യുന്നത് ഇതോടൊപ്പം ഈ ആനുകൂല്യങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ അദ്ദേഹത്തിന് വേണ്ട സാങ്കേതിക സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ജൈവ കൃഷി ജൈവമായിട്ട് പക്കാ ജൈവമായിട്ട് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ജൈവ കൃഷിയിൽ വരുമ്പോഴുള്ള കീടങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള നിരവധി മാർഗ്ഗങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. മഞ്ഞക്കെണിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഫിറോമോൺ ട്രാപ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും. അതുപോലെ മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പുള്ളി ചെയ്യുന്നത്. മാർക്കറ്റിൽ പുള്ളി കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ വില നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. കഴിഞ്ഞ ഒരു 3-4 വർഷം മാർക്കറ്റിൽ ഏറ്റവും വില കൂടുതലുള്ള ഒരു പച്ചക്കറി, ആ പച്ചക്കറിക്ക് ഏത് സമയത്താണ് വില അതിനനുസരിച്ച് അദ്ദേഹം പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ലാഭകരമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറിയോടൊപ്പം തന്നെ വാഴ, അതേപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണം അദ്ദേഹത്തിനുണ്ട്. 24 മണിക്കൂറും പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളല്ല അദ്ദേഹം. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹം ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ വേറെ കൃഷിയും ചെയ്യുന്നു, വേറെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ശാസ്ത്രീയമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നതുകൊണ്ട്. വിവിധയിനം വാഴകൾ, വെള്ളരി, തക്കാളി, കോവൽ, പാവൽ, വഴുതന, പടവലം, വിവിധയിനം മുളകുകൾ, ചീര എന്നീ പച്ചക്കറികളാണ് ഇവിടുത്തെ മുഖ്യ കഥാപാത്രങ്ങൾ. സുജിത്തിന്റെ പച്ചക്കറികൾ സമ്പൂർണമായി ജൈവമായതിനാൽ ആവശ്യക്കാർ ഏറെയാണ്. പറിക്കുന്നതെല്ലാം അപ്പപ്പോൾ തന്നെ ചൂടപ്പം പോലെ വിറ്റുതീരുന്നു. പൊതുവിൽ ഇവിടെ കൃഷികീടങ്ങളുടെ ശല്യം കുറവാണ്. കീടങ്ങളെ നേരിടാനായി ശാസ്ത്രീയ മാർഗം തന്നെയാണ് അവലംബിച്ചിട്ടുള്ളത്. പ്രാണികളെ ആകർഷിക്കുന്ന മഞ്ഞ ബോർഡുകൾ സ്ഥാപിച്ച് അതിൽ മയം പുരട്ടി പ്രാണികളെ കൊല്ലുന്ന രീതിയും ഫിറമോൺ ട്രാപ്പും ഇതിനായി ഉപയോഗിക്കുന്നു. തീരപ്രദേശത്തെ കൃഷി മറ്റു സ്ഥലങ്ങളെക്കാൾ ആയാസരഹിതവും അധ്വാനഭാരം കുറവുള്ളതും സമയം ലാഭിക്കാൻ കഴിയുന്നതുമായ ഒന്നാണ്. കാരണം മണ്ണിന്റെ പ്രത്യേകത തന്നെ. കൃഷി ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റും സഹായം ലഭിക്കുന്നതിനാൽ കൃഷിയുടെ സാങ്കേതിക വഴികൾ സുജിത്തിന് ഏറെ സുഗമമാകുന്നു. ചുരിമണലിൽ ഇതുപോലെ കൃഷി ചെയ്താൽ മാസം 25,000 രൂപ മുതൽ മിനിമം ലാഭം കിട്ടുമെന്നാണ് സുജിത്തിന്റെ അനുഭവം.
ചെറുപ്പം മുതലേ കൃഷിയോട് താല്പര്യമുള്ള ഒരാളായിരുന്നു ഞാൻ. എൻ്റെ +2 കഴിഞ്ഞ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഒക്കെ പഠനത്തിന് ശേഷം എറണാകുളത്തെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി നോക്കുകയും അതിനുശേഷമാണ് ഞാൻ കൃഷിയിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങിയത്. കഞ്ഞിക്കുഴിയിൽ ആദ്യമായിട്ട് 2 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുകയും ആ വർഷം തന്നെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മികച്ച കർഷകനായും ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച യുവകർഷകനായും എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ നിന്ന് കിട്ടിയൊരു പ്രചോദനം എന്നെ കാട്ടിട ഏകര ക്ലസ്റ്ററിൽ അംഗമാകുകയും അവിടെ ഒരു കമ്മിറ്റി അംഗം ആയി മാറുകയും ചെയ്തു. അവിടുത്തെ ഒരു കൃഷി അനുഭവം ഒരു വലിയ ജോസഫ് പള്ളൻ എന്നുള്ള മാളയിലെ ജോസഫ് പള്ളൻ എന്നുള്ളൊരു കർഷകൻ്റെ അടുക്കെ പോവുകയും അവിടെ ഒരു വലിയൊരു കൃഷിസ്ഥലം സന്ദർശിക്കുകയും അവിടുന്ന് കിട്ടിയ പ്രചോദനം ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിലുള്ള ഒരു കൃഷി സംവിധാനം അവിടെ നിന്ന് മനസ്സിലാക്കുകയും അത് കഞ്ഞിക്കുഴിയിൽ ആദ്യമായിട്ട് വന്ന് പരീക്ഷിക്കുകയും ഒരു 50 സെൻറ്റിൽ വെണ്ടയാണ് അവിടെ പരീക്ഷിച്ചത്. ആ ഒരു വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ സ്ഥലം കഞ്ഞിക്കുഴിയിൽ കിട്ടാതെ വരികയും ചേർത്തല തെക്ക് കൃഷിഭവനുമായിട്ട് സഹകരിച്ചുകൊണ്ട് സെൻറ്റ് മൈക്കിൾസ് കോളേജിലെ സ്ഥലം പാട്ടത്തിനെടുത്ത് 5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് ആണിവിടെ ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോളി ഹൗസിൽ 10 സെന്റിൽ കൃഷി ചെയ്യണമെങ്കിൽ 10 ലക്ഷം രൂപ ശരാശരി ചിലവാകുമ്പോൾ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗിൽ അത് ഏക്കറിന് 1 ലക്ഷം രൂപയായി ചുരുങ്ങും. ഈ ആശയമാണ് സുജിത്തിന്റെ വിജയമന്ത്രം. കഞ്ഞിക്കുഴി കൃഷിഭവന് കീഴിൽ കാട്ടുകട എ ഗ്രേഡ് ക്ലസ്റ്ററിലാണ് സുജിത്തിന്റെ കൃഷി ഏറെയും. വീടിനു ചുറ്റുമുള്ള കൃഷിക്ക് പുറമെ തൊട്ടടുത്ത സ്ഥലങ്ങളിലും ധാരാളം പച്ചക്കറി കൃഷി വിജയകരമായി ചെയ്തു വരുന്നു. ഇവിടെയും വിവിധയിനം വാഴകൾ, ചുരയ്ക്ക, പടവലം, വെണ്ട, തക്കാളി, പാവൽ, കോവൽ, പയർ, പച്ചമുളക്, കറിവേപ്പില എന്നിവയും ഫലവൃക്ഷങ്ങളായ തെങ്ങ്, കമുക്, മാവ്, പ്ലാവ് എന്നിവയും ഇവിടെ പരിപാലിക്കുന്നു. കൃഷിയിൽ സഹായിക്കാൻ അമ്മ ലീലാമണിയും ഭാര്യ അഞ്ജു, ചേട്ടൻ അജിത്തിന്റെ ഭാര്യ രഞ്ജു എന്നിവരും ഉണ്ട്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ഒരു യുവകർഷകനാണ് സുജിത്ത്. നമ്മുടെ കേരള കൃഷി വകുപ്പിൻ്റെ ഏറ്റവും മികച്ച യുവകർഷകൻ്റെ പുരസ്കാരം കഴിഞ്ഞ വർഷം സുജിത്തിന് ലഭിക്കുകയുണ്ടായി. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി ഓപ്പൺ ഫീൽഡ് പ്രിസിഷൻ ഫാമിംഗ് എന്ന കൃത്യതാ കൃഷി ആദ്യമായി കൊണ്ടുവന്നത് സുജിത്ത് എന്ന് പറഞ്ഞ കർഷകനാണെന്ന് തന്നെ പറയാം. സുജിത്ത് ചെയ്യുന്ന കണ്ടിട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കഞ്ഞിക്കുഴിയിലെ 10-ലധികം കർഷകർ ഇപ്പോൾ ഒരു 20 ഏക്കറിലധികം സ്ഥലത്ത് ഈ കൃത്യതാ കൃഷി ഇപ്പോൾ അനുവർത്തിച്ച് വരികയാണ്. അതിനെല്ലാവർക്കും പ്രചോദനം നൽകിയ ഒരു യുവ കർഷകനാണ് സുജിത്ത്. വളരെ പുതിയ കാര്യങ്ങൾ വളരെ വേഗം പറഞ്ഞു കൊടുത്താൽ അതനുസരിച്ച് കൃഷി ചെയ്യുന്ന ഒരു നല്ലൊരു മികച്ച കർഷകനാണ് ശ്രീ സുജിത്ത്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता।
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പുതിയ വിള ഇൻഷുറൻസ് പദ്ധതി. 1 ഹെക്ടർ കൃഷിക്ക് 1 പിടി ജീവാണുവളം. വിശദമായ വാർത്തകളിലേക്ക്. കർഷകർക്കായി പുതിയ വിള ഇൻഷുറൻസ് പദ്ധതിക്ക് അംഗീകാരമായി. കുറഞ്ഞ പ്രീമിയം നിരക്കിൽ കൂടുതൽ ഇൻഷുറൻസ് പരിരക്ഷ എന്നതാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്ന പുതിയ ഇൻഷുറൻസ് പദ്ധതിയുടെ ആകർഷണം. കർഷക ആത്മഹത്യയും കൃഷിനാശവും തടയുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 25% പ്രീമിയം കർഷകർ നൽകണമെന്നാണ് നിലവിലെ പദ്ധതിയുടെ വ്യവസ്ഥ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവരായിരിക്കും പദ്ധതിയുടെ നടത്തിപ്പുകാർ. ക്ഷീരവികസന വകുപ്പിന്റെയും വർക്കല ബ്ലോക്കിലെ ക്ഷീര സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നാളെ കവലിയൂരിൽ വർക്കല ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം നടത്തുന്നു. വർക്കല ബ്ലോക്ക് പഞ്ചായത്ത്, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, KLD ബോർഡ്, കേരള ഫീഡ്സ്, ജില്ലാ സഹകരണ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെ കുളമുട്ടം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിലാണ് ക്ഷീര കർഷക സംഗമം നടത്തുന്നത്. ക്ഷീര കർഷക സംഗമത്തോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനം, ക്ഷീരവികസന സെമിനാർ, കർഷകരെ ആദരിക്കൽ എന്നിവയും ഉണ്ടായിരിക്കും. 1 ഹെക്ടറിലെ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ ജീവാണുവളം കൈക്കുമ്പിളിൽ ഒതുക്കാവുന്ന സാങ്കേതിക വിദ്യയ്ക്ക് കോഴിക്കോട് ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം രൂപം നൽകി. പച്ചക്കറി കൃഷിക്കും ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക് കൃഷികൾക്കും ആവശ്യമായ ജീവാണു മിശ്രിതത്തിന്റെയും കുമിൾനാശിനിയുടെയും കൾച്ചർ ക്യാപ്സ്യൂൾ രൂപത്തിലാക്കിയാണ് ജീവാണുവളം തയ്യാറാക്കിയിട്ടുള്ളത്. ജൈവ കൃഷിക്കാവശ്യമായ സൂക്ഷ്മാണുക്കൾ അടങ്ങിയ PGPR മിശ്രിതവും സ്യൂഡോമോണാസ് പോലെയുള്ള കുമിൾനാശിനികളും സാധാരണ 1 ഹെക്ടറിലേക്ക് 20 കിലോഗ്രാമാണ് ഉപയോഗിക്കുക. PGPR മിശ്രിതത്തിനും കുമിൾനാശിനിക്കുമൊക്കെ കിലോഗ്രാമിന് ശരാശരി 75 രൂപ മുതലാണ് വില. അതിന്റെ പകുതി പോലും ആകില്ല പുതിയ ബയോ ക്യാപ്സ്യൂളിന്. കാർഷിക മേഖലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു കണ്ടുപിടുത്തം. പേറ്റന്റ് നടപടി പൂർത്തിയായാൽ ബയോ ക്യാപ്സ്യൂൾ സംരംഭകർക്ക് കൈമാറും. 2016 ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വിള വർഷമായി ആചരിക്കുന്നു. വേനൽക്കാലത്ത് തരിശിട്ടിരിക്കുന്ന നെൽപ്പാടങ്ങൾ, തെങ്ങിൻ തോപ്പുകൾ, തരിശുനിലങ്ങൾ, വാഴ, മരച്ചീനി തോട്ടങ്ങളിലെ ആദ്യ ഇടവിള എന്നിങ്ങനെ വൈവിധ്യമാർന്ന രീതിയിൽ പയർ വിളകൾ കൃഷി ചെയ്യാം. വൻപയർ, ചെറുപയർ, ഉഴുന്ന്, മുതിര, തുവര എന്നിവ കേരളത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ പയർവിളകളാണ്. തിരുവനന്തപുരത്ത് തിരുമലയിലും പാലക്കാട് പ്രവർത്തിക്കുന്ന നാഷണൽ സീഡ്സ് കോർപ്പറേഷനിൽ നിന്നും പയറുവർഗ്ഗങ്ങളുടെ വിത്തുകൾ വാണിജ്യ കൃഷിക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0471 2356124, മറ്റൊരു നമ്പർ 0491 2566414. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471 2356124, 0491 2566414. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഫെബ്രുവരി 18 മുതൽ 24 വരെ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ദേശീയ ജൈവ വൈവിധ്യ പ്രദർശനം സംഘടിപ്പിക്കുന്നു. കൃഷി, പരിസ്ഥിതി, നാടൻ ഇനങ്ങൾ, നാടൻ വളർത്തുമൃഗങ്ങൾ, ജൈവ വൈവിധ്യം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മേളയിൽ സ്റ്റാളുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ്. ഇമെയിൽ വിലാസം keralabiodiversity@gmail.com. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 8800 രൂപ, കോഴിക്കോട് 9400, തൃശൂർ 8700, കൊപ്ര കൊച്ചി 6010, കോഴിക്കോട് 6200, തൃശൂർ 6050. കുരുമുളക് അൺഗാർബിൾ 62400, ഗാർബിൾ 65400. ചുക്ക് മീഡിയം 16750, ബെസ്റ്റ് 18250. മഞ്ഞൾ സേലം 11100, മഞ്ഞൾ ഈറോഡ് 11300. അടയ്ക്ക പഴയത് 25500 26500 മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 9200, RSS 4ാം ഗ്രേഡ് 9700. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 9150, റബ്ബർ RSS 4ാം ഗ്രേഡ് 9700. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 8800 രൂപ, കൊപ്ര 6010, പിണ്ണാക്ക് എക്സ്പെല്ലർ 2100, പിണ്ണാക്ക് റോട്ടറി 2400, കുരുമുളക് അൺഗാർബിൾ 62400, ഗാർബിൾ 65400. ചുക്ക് മീഡിയം 16750, ചുക്ക് ബെസ്റ്റ് 18250. അടയ്ക്ക പുതിയത് 20000 22500 മധ്യേ.
ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 220-നും മധ്യേ, തൊണ്ടില്ലാത്തത് 420-നും 440-നും മധ്യേ, ജാതിപത്രി 650-നും 925-നും മധ്യേ, ഗ്രാമ്പു 760. റബ്ബർ RSS 5-ാം ഗ്രേഡ് 9200, RSS 4-ാം ഗ്രേഡ് 9700, ഒട്ടുപാൽ 6100, ലാറ്റക്സ് 7500. കമ്പോള അവലോകനം. ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നാളികേര വിളവെടുപ്പ് മുന്നേറിയതിനാൽ പുതിയ കൊപ്ര ശേഖരിക്കാൻ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൻകിട എണ്ണ കമ്പനികൾ രംഗത്തെത്തി. വ്യാവസായിക ഡിമാൻഡിൽ തുടർച്ചയായ 2ാം വാരത്തിലും നാളികേര ഉൽപ്പന്നങ്ങൾ സ്റ്റഡി നിലവാരത്തിലാണ്. വൻകിട തോട്ടങ്ങളിൽ റബ്ബർ ടാപ്പിംഗ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ സ്തംഭിച്ചത് കൊച്ചി, കോട്ടയം വിപണികളിൽ ലാറ്റക്സിന് ഡിമാൻഡ് ഉയർത്തി. 200 രൂപയുടെ മികവോടെ 7500 രൂപയിലാണ് ഇന്ന് വിപണനം നടന്നത്. ഉത്തരേന്ത്യയിലെ ചെറുകിട വ്യവസായികൾ ലാറ്റക്സ് ശേഖരിച്ചു. അതേസമയം ടയർ കമ്പനികൾ ഷീറ്റിൽ താൽപര്യം കാണിച്ചില്ല. ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കുരുമുളക് വിളവെടുപ്പ് മുന്നേറുന്നു. പുതിയ ചരക്ക് സംസ്കരിക്കുന്ന തിരക്കിലാണ് ചെറുകിട കർഷകർ. പിന്നിട്ട ഏതാനും ദിവസങ്ങളായി അൺഗാർബിൾഡ് കുരുമുളക് കിലോ 624 രൂപയിലാണ്. കൊച്ചിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ 70,396 കിലോ ചരക്ക് ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾ കിലോ 949 രൂപയിലും ശരാശരി ഇനങ്ങൾ 595 രൂപയിലുമാണ്. ആഭ്യന്തര വ്യാപാരികൾ ഉൽപ്പന്നത്തിൽ കൂടുതൽ താൽപര്യം കാണിച്ചു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.2, 25.5. കൊച്ചി 31.8, 25.2. ആലപ്പുഴ 34, 24.1. പുനലൂർ 34.7, 20. തിരുവനന്തപുരം കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.